ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും സഹിക്കാൻ കഴിയാത്ത വേദനകളും കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ദൈവത്തോട് പരാതി പറയുകയാണോ അതോ തളർന്നു പോവുകയാണോ ചെയ്യാറുള്ളത്? എങ്ങനെയാണ് അത്തരം വേദനകളെ നാം നേരിടേണ്ടത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് യേശു ഗെത്സമനയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഗെത്സമന തോട്ടത്തിലെ ആ ഇരുണ്ട രാത്രി നമുക്കൊന്ന് ഓർക്കാം. കുരിശുമരണത്തിൻ്റെ ഭീകരത മുന്നിൽ കണ്ടുകൊണ്ട് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നത്ര കഠിനമായ വേദനയിലൂടെ യേശു കടന്നുപോയ നിമിഷങ്ങൾ. തൻ്റെ മാനുഷികമായ ഭയത്താൽ യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. നാമും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും രോഗങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ യേശുവിനെപ്പോലെ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, ഈ കഷ്ടപ്പാട് എന്നിൽ നിന്ന് മാറ്റണമേ എന്ന്. എന്നാൽ യേശു തൻ്റെ പ്രാർത്ഥന അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. വേദനയുടെ നെറുകയിലും യേശു അതിനോട് കൂട്ടിച്ചേർത്തു, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇതാണ് ഗെത്സമന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുക എന്ന വലിയൊരു വിശ്വാസമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അറിവിനും ആഗ്രഹങ്ങൾക്കും അപ്പുറം ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും വേദനകളിലും എല്ലാം യേശുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.